നമ്മുടെ ചെവിയുടെ പരിസരത്ത് തന്നെ ഈ ഇയർ ഡ്രമ്മിനോട് വളരെ അധികം സിമിലാരിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ഉണ്ട്, ഫേഷ്യ. അപ്പം ഇത് നമ്മൾ ചെവിയുടെ പുറകിൽ നിന്ന് തന്നെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ കോമൺലി റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതിന് പുറമെ നമുക്ക് ചെവിയുടെ പരിസരത്ത് തന്നെയുള്ള കാർട്ടിലേജിൻ്റെ പുറത്തുള്ള ലൈനിങ്, അതായത് പെരിക്കോൺഡ്രിയം, പിന്നെ വളരെ തീരെ ചെറിയ പെർഫറേഷൻസിന് നമുക്ക് ഫാറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ജനറലി ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ റീകൺസ്ട്രക്ഷൻ നടത്തുന്നത്. അതിൻ്റെ സർജിക്കൽ പ്രൊസീജിയർ ഇത് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അണ്ടർ ജനറൽ അനസ്തീസിയ, അതായത് ഫുൾ അനസ്തീസിയയിൽ അത് ചെയ്യാം. അല്ല, നമുക്ക് ലോക്കൽ അനസ്തീസിയ വിത്ത് IV സെഡേഷൻ ഓപ്ഷനുണ്ട്. ഒരുപക്ഷെ ഒത്തിരി അപ്രിഹെൻസീവ്, അതായത് ഒത്തിരി ആങ്സൈറ്റി ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ ജനറൽ അനസ്തീസിയ ആണ് ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ ജനറൽ അനസ്തീസിയ കൊടുക്കാൻ എന്തെങ്കിലും തടസ്സം, അതായത് ഒത്തിരി മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളത്, ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ ലോക്കൽ അനസ്തീസിയയിൽ തന്നെ പ്രൊസീജിയർ പെർഫോം ചെയ്യാറുണ്ട്.